അതേസമയം ഇന്നലെ ഏറെ വൈകിയാണ് ഈ ബിൽ പാസ്സായതെങ്കിലും മുനമ്പത്തുകാർ അത് കാത്തിരിക്കുകയായിരുന്നു. അവിടെ ഒരു ആഘോഷം തന്നെ അവർ സംഘടിപ്പിച്ചു. BJPക്ക് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് മുനമ്പത്തെ സമരസമിതിയുടെ തീരുമാനം. ഡാനി ഇപ്പോൾ മുനമ്പത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇന്നലെ 2:30 കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പത്ത് രാജ്യസഭയിൽ ഈ ബിൽ പാസ്സാവുന്നത്. പക്ഷേ ആഘോഷവും അവിടെ നിന്നുള്ള മുദ്രാവാക്യം വിളികളും ഒക്കെ കേൾക്കുന്നു. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നുണ്ട് ഈ ബില്ല് കൊണ്ട് മുനമ്പത്തുകാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് അവരെ ഒട്ടും ആശങ്കപ്പെടുത്തുന്നില്ലേ? രണ്ടാമത്തെ കാര്യം, ഈ BJPക്ക് അനുകൂലമായുള്ള മുദ്രാവാക്യം വിളികൾ, അത് അവിടെ സ്ഥിരം സമരം ചെയ്യുന്നവർ തന്നെയാണോ ഈ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയത് എന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. ശ്രീജ, മുനമ്പത്തെ ജനങ്ങളുടെ ഒരു വികാര പ്രകടനമാണ് പുലർച്ചെയും നമ്മൾ കണ്ടത്. കാരണം ആ ഒരു സമയത്ത് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാകുമ്പോഴും എത്രത്തോളം സ്ത്രീകളും അടക്കമുള്ളവർ ഈ സമരത്തിൽ ആ സമയവും അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ബിൽ പാസ്സാകുന്നു എന്നത് എല്ലാവർക്കും തന്നെ ഏതാണ്ട് ഉറപ്പ് തന്നെയായിരുന്നു. അപ്പോഴും അത് കൃത്യമായി കണ്ടുകൊണ്ട് അഭിപ്രായം പറയാൻ അവിടെ അത്രയും പേര് ആ സമയം അത്രയും ഉണ്ടായിരുന്നു. ഈ സമരപ്പന്തൽ 175 ദിവസം പിന്നിടുന്ന ഒരു സമരപ്പന്തലാണ്. ഇപ്പോഴും എപ്പോൾ വന്നാലും അതിൽ, കാരണം ഇത് അവരുടെ ഒരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരതിൽ മുഴുവൻ സമയവും അർപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരുന്നു. അതേ ആവേശം ഇന്നലെയും അവർ കണ്ടു. ശ്രീജി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഇത് BJPക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളികളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് BJP പ്രവർത്തകരായിരുന്നു എന്ന് തന്നെയാണ് ശ്രീജി ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സമരവേദിയിൽ തന്നെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും അതിൽ അവർ സംസാരിക്കുകയും ചെയ്തതുമെല്ലാം തന്നെ അവർ തന്നെയാണ്. ഈ സമരത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവർ തന്നെയാണ് അതിലുണ്ടായിരുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഇതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നു എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെ കുടിയേറക്ക് ഭീഷണി തന്നെ നേരിടുന്നവർ തന്നെയാണ്. ഒരു അവകാശവുമില്ലാതെ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം കടന്നു വരുന്ന തങ്ങൾക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു നിയമമുണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് തങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല. ഈ സമരം തുടരുക തന്നെയാണ്. കാരണം തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, ഭൂമിയുടെ തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിലെ നിഷേധിക്കപ്പെട്ട റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ, അതായത് കരമൊടുക്കാൻ കഴിയും വരെ, അത് പുനഃസ്ഥാപിക്കും വരെ തങ്ങളുടെ സമരം തുടരുമെന്ന് അവരുടെ ആ ഒരു കർശന നിലപാടിൽ നിന്ന് അവർ ഒരു ഇഞ്ചും പുറകോട്ട് പോയിട്ടില്ല. നിയമത്തിൻ്റെ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ, ഇതിൽ രാഷ്ട്രപതി അടക്കം ഇനി ഒപ്പിട്ട നിയമം പ്രാബല്യത്തിലേക്ക് വരണം. അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, തങ്ങൾക്ക് അനുകൂലമായ എന്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യം വരണം. അതോടൊപ്പം തന്നെ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ അവർക്ക് കരമടക്കാനും അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും തന്നെ തങ്ങൾക്ക് ഉറപ്പ് നൽകും വരെയും ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ഈ സമരവേദിയിൽ ഇപ്പോൾ ആരും തന്നെ
ഇവിടേക്ക് എത്തിയിട്ടില്ല. പള്ളിയിൽ ഇവിടെ വേളാങ്കണ്ണി മാതാ പള്ളിയിലാണ്, അതിൻ്റെ ഒരു അങ്കണത്തിലാണ് കഴിഞ്ഞ ഈ 175 ദിവസത്തോളമായിട്ടുള്ള ഈ സമര പരിപാടികൾ അടക്കം തന്നെ നടക്കുന്നു. ഇപ്പോൾ അതിനകത്ത് കുർബാന നടക്കുന്നു. അതിൻ്റെ ഒരു സമാപന സമയത്തിലേക്ക് വന്ന അല്പസമയം അച്ഛൻ അതെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പലരും തന്നെ ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രതീക്ഷയുടെ കാര്യങ്ങളും എല്ലാം തന്നെ നിറയുന്ന ദിവസമാണ്. ഇന്ന് സമരവേദിയിലേക്ക് പല പ്രമുഖരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടേക്ക് നേരിട്ടെത്തുന്നു. അങ്ങനെ പലരും തന്നെ ഇവരെ സന്ദർശിക്കാനടക്കമുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ എല്ലാം തന്നെ നമ്മൾ കണ്ട അതേ ആവേശത്തിൽ തന്നെയാണ് അവരെല്ലാം തന്നെ മടങ്ങി പോയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഒരു 9 മണിയോടുകൂടി തന്നെ ഈ സമരവേദി അടക്കം വീണ്ടും സജീവമാവുകയും ചെയ്യും. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ മുനമ്പം ജനത ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെയും അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെയും ഒക്കെ അവർ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ വരുന്നത് എന്ന നിലയ്ക്ക് BJPയെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രതീതി ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ? കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ മുനമ്പത്തുകാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് P. രാജീവ് പറയുന്നുണ്ട്, VD സതീശൻ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അവർ വിശ്വസിക്കുന്നത് പാർലമെന്റിൽ അവർക്ക് വേണ്ടി സംസാരിച്ചവരെയാണ് എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അതാണോ ഇന്നലെ കണ്ട ആ മുദ്രാവാക്യം വിളി എന്നതായിരുന്നു ഞാൻ ചോദിച്ചത്. ശ്രീജ, അത് കൃത്യമാണ്. കാരണം അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ, അവർ പറയുന്ന അവരുടെ കാര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് കൃത്യമായും BJP ആണ് എന്ന രീതിയിൽ തന്നെയും ആ രീതിയിലുള്ള ചിന്തകളിലേക്ക് മുനമ്പത്തെ കുറേയധികം പേരെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. കാരണം അവർ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കാണുന്നു. ഈ നിലവിൽ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന നിയമനിർമ്മാണം അത് മുൻകൈയെടുത്തത് ആരാണ് എന്നത് അവർ തിരിച്ചറിയുന്നു, അവർ അത് പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഈ അടുത്ത ഘട്ടം എന്നത്, അതായത് നിയമനിർമ്മാണത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പോൾ ഭരണപ്രതിപക്ഷം സംസ്ഥാനത്തെ പറയുന്നത് പോലെ ഇതുകൊണ്ട് മറ്റു പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അവർക്ക് ഇവിടെ വന്ന് നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് തങ്ങൾക്ക് വേണ്ടി ഈ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് അത് BJP തന്നെയാണ് എന്ന രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യങ്ങളുടെ ശബ്ദം അങ്ങനെ ആവുന്നത്, അതിൻ്റെ ആ രീതിയിലേക്ക് മാറിപ്പോകുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവിടെ ഈ സമരവേദിയിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ആ രീതിയിലുള്ളൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും കാര്യങ്ങളും എല്ലാം തന്നെയുള്ള ചില പ്ലക്കാർഡുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. സുരേഷ് ഗോപിക്കടക്കം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെയും വെച്ചുകൊണ്ട് ഈ സമരവേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അവരുണ്ട്. ഇവിടെ പല നേതാക്കളും വന്ന് BJP നേതാക്കളും എല്ലാം വന്ന് തങ്ങൾ ഈ മുനമ്പത്തിന് വേണ്ടി തന്നെ നിലകൊള്ളും, അവസാനം ഇതിൽ തീരുമാനമെടുക്കേണ്ടതും പറയേണ്ടതും എല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ തന്നെയാണ്, ആ രീതിയിൽ തന്നെ തങ്ങളുടെ നിലപാട് അതിലുണ്ടാകും എന്ന് ആത്മവിശ്വാസത്തോടെ അവർ പറഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഉറച്ച മനസ്സോടുകൂടി ഇവിടേക്ക് കടന്നു വരാൻ കഴിയുന്നവർ ഒരു പക്ഷേ ഈ BJP നേതാക്കൾ, NDA നേതാക്കൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ അവർ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തുന്നത്. അവർ പറയുകയും ഇന്നലെ ആ മുദ്രാവാക്യം വിളികളും എല്ലാം തന്നെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ചേർന്ന് നിന്ന് പറയുന്നത് BJPയോട് തന്നെയാണ്. ആ കൂടുതൽ ചേർച്ച BJPക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കൂടുതൽ മുദ്രാവാക്യം വിളികളും എല്ലാം തന്നെ ഉയരുന്നത്. തങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം നടന്നിരിക്കുന്നത് എന്ന് തന്നെ അവർ കരുതുകയും ചെയ്യുന്നു. അത് മുൻകൈ എടുത്തിരിക്കുന്നത് BJP തന്നെയാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏതായാലും ആ രീതിയിൽ തന്നെയാണ് കുറച്ചുകൂടി നമ്മൾ ഒരു രാഷ്ട്രീയപരമായി നിരീക്ഷിക്കുകയാണെങ്കിൽ മുനമ്പത്തിൽ ഒരു എഡ്ജ്, അതിൽ ഈ വിഷയത്തിൽ ഒരു മേൽക്കൈ നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വളരെ കൗതുകകരമായ ഒരു മുദ്രാവാക്യം വിളിയായിരുന്നു അത്. മുനമ്പം ജനത ഈ ബിൽ രാജ്യസഭയിൽ കൂടി പാസ്സാവുമ്പോൾ അവരത് ആഘോഷത്തോടെ ഏറ്റെടുക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ ബില്ലിലൂടെ കഴിയുമെന്ന് അവർ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ആഘോഷ പ്രകടനങ്ങളാണ് അവിടെ കണ്ടത്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ബിൽ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് സംസ്ഥാനത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും പറയുമ്പോഴും അതിനും അപ്പുറത്ത് അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ബില്ലിന് കഴിയുമെന്നാണ്. അതിൻ്റെ ഒരു
പ്രതിഫലനങ്ങളാണ് ആ മുദ്രാവാക്യം വിളിയിലൂടെ നമ്മൾ കേട്ടത്. ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. അതായത് അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു എന്നൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് അത്തരം മുദ്രാവാക്യം വിളികൾ. എന്തായാലും കൗതുകത്തോടെ തന്നെ നമുക്ക് മുനമ്പത്തേക്ക് ഉറ്റുനോക്കാം.